ഇത് പരസ്യമെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അല്ല, ഇത് ഒരിക്കലും പരസ്യമല്ല, ഇത് റിയാലിറ്റി. റോഡിൽ കുഴികളുണ്ട്, നിങ്ങൾ സിനിമയ്ക്ക് വരണം എന്നാലും എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് നോട്ട് എ പരസ്യം. അല്ല, That is ഒരിക്കലും the truth. രാജേഷ് മാധവനും And his girlfriend പോകുന്നത്. പിന്നെ ഒപ്പം തന്നെ that was actually shot on an iPhone. Cinematography should not stand out. If you look at Nna Thaan കേസുകളുടെ reviews and all, very few people talk about cinematography. ഈ നമ്മള് ഇതിനു മുന്നേ സംസാരിച്ചിട്ടിപ്പോ നേരത്തെ പറഞ്ഞ ഒരു വർഷം കഴിയുന്നു. അന്ന് സംസാരിച്ചപ്പോ ഷേർണി ആയിരുന്നു അന്നത്തെ പ്രധാന വിഷയം. അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഗിമ്മിക്കുകൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു. അന്ന് നമ്മള് കാടിനെ പറ്റിയും ഇരുട്ടിനെ പറ്റിയൊക്കെ സംസാരിച്ചപ്പോൾ ഗിമ്മിക്സ് ഒന്നും ഇല്ലാതെ വിഷ്വലിനെ എത്ര റിയൽ ആയിട്ട് ക്യാപ്ചർ ചെയ്യാം, അത്രയും സന്തോഷമുള്ള ആളാന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ നമ്മൾ എന്നാ താൻ കേസ് കൊണ്ടേ പറ്റി സംസാരിക്കുന്ന ഈ Nna Thaan കേസുകളെ പറ്റി സംസാരിക്കുമ്പോഴും പല വേരിയേഷൻസ്. Nna Thaan പോയി കേസ് കൊണ്ട് Nna Thaan കേസ് കൊണ്ട് NTCK സിനിമയെ പറ്റി സംസാരിക്കുമ്പോഴും അതിലും നമ്മൾ കാണുന്നത് വളരെ റോയായ നാടിന്റെ കളേഴ്സ് എവിടെയും മിസ്സാവാതെ അത്തരത്തിലുള്ള ഒരു ക്യാപ്ചറിങ് സ്റ്റൈലാണ്. അതിൽ വിഷ്വൽ ലാംഗ്വേജിലെല്ലാം ഈ ഒരു സംഭവം അവിടെ കൃത്യമായിട്ടൊരു മാർക്ക് അവിടെ ലീവ് ചെയ്യുന്നുണ്ട്. ബീയിങ് എ സിനിമാറ്റോഗ്രാഫർ ചെയ്ത വർക്ക് അവിടെ നോട്ടബിളായി മാറുന്നുണ്ട്. Nna Thaan കേസുകൂടെ അതിലോട്ടുള്ള എന്തുകൊണ്ട് ചൂസ് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നില്ല, പറഞ്ഞു മലയാള സിനിമയെ പറ്റിയല്ല. എന്തുകൊണ്ട് ചൂസ് ചെയ്തത് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ബിക്കോസ് ദ സ്ക്രിപ്റ്റ് വാസ് സോ കൺവിൻസിങ്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഫിലിമിൽ ജോയിൻ ചെയ്തത്. ബട്ട് ഞാൻ ഇതുവരെ വായിച്ച സ്ക്രിപ്റ്റുകളിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാവുന്ന സ്ക്രിപ്റ്റ് ആയിരുന്നു കേസ് കൊണ്ട് തന്നെ. ഒരു രതീഷ് അയച്ചു തന്നു, ഞാൻ വായിച്ചു. ഐ കോൾഡ് ഹിം ബാക്ക് ഇമ്മീഡിയറ്റ്ലി ആൻഡ് സെഡ് ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ രതീഷും ആ സമയത്ത് എന്നോട് പറഞ്ഞിരുന്നു, ഈ നമ്മൾ ഷൂട്ടെല്ലാം ചെയ്യുന്ന കണ്ണൂർ, കാസർഗോഡ്, ആ ബെച്ചിവേനി എന്ന് പറയുന്ന സ്ഥലത്താണ്. സോ അവിടുത്തെ ലാൻഡ്സ്കേപ്പ് ഇസ് ഓൾസോ സോ റെഡ്. കാരണം ലാറ്ററൈറ്റ് സോയിൽ പ്ലസ് ലോട്ട് ഓഫ് വെജിറ്റേഷൻ, അപ്പോൾ ലോട്ട് ഓഫ് ഗ്രീൻസ് ആൻഡ് റെഡ്സ്, യുനോ. സോ ഇറ്റ് വാസ് എ പ്ലെഷർ ടു ഷൂട്ട് ദെയർ. പിന്നെ ഗിമിക്സ് എന്ന് പറയുമ്പോൾ ഞാൻ when I approach every script എന്ന് പറഞ്ഞാൽ സിനിമറ്റോഗ്രഫി എന്ന് പറയുന്നത് ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഫിലിം. ദാറ്റ്സ് മൈ ഫിലോസഫി വെൻ ഐ ലുക്ക് അറ്റ് സിനിമ. എന്ന് പറഞ്ഞാൽ പടം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് പടത്തിനെ കുറിച്ചാണ്, അതിൻ്റെ കഥയെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. അല്ലാതെ ഭയങ്കര എഡിറ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കര സൗണ്ട് അല്ലെങ്കിൽ ഭയങ്കര സിനിമറ്റോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ടേക്കിംഗ് അവേ ഫ്രം യുവർ മെസ്സേജ്. അപ്പോൾ അതൊരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് നിൽക്കാൻ പാടില്ല. സിനിമ ആസ് എ ഹോൾ. As a whole. So അങ്ങനെ ആകുമ്പോൾ then everything becomes very beautiful. Especially if you look at Iranian cinema. For example, കീരസ്താമിയുടെ പടങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ യു ഡോണ്ട് കം ഔട്ട് ആൻഡ് സേ വാട്ട് ഗ്രേറ്റ് സിനിമാറ്റോഗ്രഫി അല്ലേ. അതിൻ്റെ കഥയാണ് ഇറ്റ്സ് സോ പവർഫുൾ. സോ ദ റൈറ്റിംഗ് ഓഫ് ഇറ്റ് ഈസ് സോ അമേസിങ്. സോ അങ്ങനത്തെ ഒരു ഔട്ട്ലുക്കാണ് എൻ്റെ towards film making. ഇപ്പോ ഇതിൽ നോക്കിയാൽ തന്നെ ആദ്യം ദേവദൂതർ പാടി ഗാനം റിലീസ് ആവുന്നു. അതുണ്ടാക്കുന്ന ഒരു പ്രീ റിലീസ് ബോംബുണ്ട്. അതെ, അതിലാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പൊ നമ്മൾ അധികം യൂസ്ഡ് അല്ലാത്ത തരത്തിലുള്ള സൂം ഔട്ടുകൾ ഒരു പക്ഷേ ഒരു ഓൾഡ് സ്കൂൾ സ്റ്റൈലായിരുന്നു. എന്നാൽ അത് ഭയങ്കര രസമായിട്ട് ഇവിടെ പ്ലേസ് ചെയ്യുന്നുണ്ട്. അത്തരം തീരുമാനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഐ ഷുഡ് താങ്ക് മനോജ് ഓൾസോ. ബിക്കോസ് ഒരു ഫിലിം മേക്കർ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫറിന്റെ വിഷൻ എന്ന് പറയുന്ന can only be articulated by an editor who understands the intent. So he has done a great job using those zooms. ആ പാട്ടും ഒരു പഴയ പാട്ടായതുകൊണ്ട് എനിക്ക് പണ്ടോട്ടേ ഒരു ഇതുണ്ടായിരുന്നു, സൂം യൂസ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ബിക്കോസ് ഇറ്റ്സ് സച്ച് എ ഇൻട്രസ്റ്റിംഗ് ടൂൾ ടു യൂസ് ഇൻ ദ റൈറ്റ്
പ്ലേസസ്. അപ്പോൾ ഈ പാട്ട് വന്നപ്പോൾ ഇറ്റ് വാസ് എ പെർഫെക്റ്റ് പ്ലേസ്. പിന്നെ ഞാൻ പഴയ പാട്ടും എടുത്ത് നോക്കി, അപ്പോൾ അതിലും ദേ ഹാവ് യൂസ്ഡ് യൂസ് ഓഫ് സൂം. സോ ഐ റിയലി എൻജോയ്ഡ് ഡൂയിങ് ദാറ്റ്, യൂസിങ് ദ സൂം. ആൻഡ് അതിൻ്റെ ഒരു ദ ക്വാളിറ്റി ഓഫ് ഇറ്റ് വാസ് എൻ സ്ലൈറ്റ്ലി ഓൾഡർ ലെൻസ്. അപ്പോൾ in the beginning the contrast is nice, പക്ഷെ സൂം ഇൻ ചെയ്ത് അടുത്തേക്ക് പോകുമ്പോൾ it becomes slightly milky. So it has a lovely retro feel to it. Yeah. ഇപ്പൊ ഈ സ്ക്രീനിൽ നമ്മൾ കാണുന്ന ചാക്കോച്ചൻ മാറ്റി നിർത്താം, ഗായത്രി മാറ്റി നിർത്താം. ചാക്കോച്ചൻ റീബൂട്ടഡ്, ബിക്കോസ് ഈ സിനിമയിൽ ചാക്കോച്ചൻ എന്ന ആളെ നമുക്ക് കാണാൻ പറ്റില്ല. ഇതുവരെ കണ്ടൊരു മാനറിസം ഇല്ല. ഡിസപ്പിയർഡ് സംവെയർ, ആൻഡ് രാജീവനെ നമുക്ക് കാണാൻ പറ്റും. അതെ, രാജീവനാണ് ഉടനീളം. അതെ, ടോട്ടലി. നോട്ട് ഈവൻ എ സിംഗിൾ മൊമെന്റ് കെൻ യു സീ പഴയ സിനിമകളിലൊക്കെ ഉണ്ടായിരുന്ന ചാക്കോച്ചൻ. സോ ആൻഡ് ഇറ്റ് വാസ് സോ അമേസിംഗ് ടു വർക്ക് വിത്ത് ഹിം. ഞാൻ ചോദിച്ചു വന്നത്, ഇപ്പോ ചാക്കോച്ചനെയോ ഗായത്രിനെയോ രാജേഷ് മാധവനെയോ ഒക്കെ മാറ്റി നിർത്തിയാൽ ഒരുപാട് പുതുമുഖങ്ങളുണ്ട്, പല പ്രായത്തിലുള്ളവർ. അതെ അതെ, ഇവരെല്ലാം ഒരു പക്ഷെ ക്യാമറയുടെ മുന്നിൽ നിന്ന് അഭിനയിച്ച് പരിചയമുള്ളവരല്ല. അതെ അതെ. ഇവരെ എല്ലാം ഓരോ തവണ ഫ്രെയിമിൽ കാണുമ്പോൾ, ഇപ്പൊ നമ്മൾ സ്ക്രീനിൽ ഇപ്പൊ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഇവര് പ്രഡിക്റ്റബിൾ അല്ല നമുക്കറിയാം. അവിടെ ഷൂട്ടിങ്ങിന്റെ മൊമെന്റ്സിൽ ഇവരുടെ ഓരോ ഷോട്ടുകളിലും രാകേഷിന് അത്തരത്തിലൊരു ഇതുണ്ടായിരുന്നു, ഇവരെന്താ ചെയ്യാൻ പോണെന്നുള്ളത്. ലോട്ട് ഓഫ് ദ ടൈംസ് ഇറ്റ്സ് സോ അൺഎക്സ്പെക്ടഡ്. ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അവര് നോട്ടങ്ങളിൽ തന്നെ ദർ ഇസ് ഹ്യൂമർ, and so many of them are coming in front of the camera for the first time. നാടകങ്ങളിൽ അഭിനയിച്ച് പരിചയമുണ്ട്, പക്ഷെ സിനിമയിൽ അതുകൊണ്ട് കുറേ രതീഷ് ആൻഡ് ടീം നേരത്തെ ഈ ഫുൾ സ്ക്രിപ്റ്റ് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് മ്യൂസിക് ഒക്കെ ലേ ചെയ്ത് കണ്ടിരുന്നു. They projected it and they saw the film also. I think it was about 2.5 hours or something. അപ്പോൾ അതിൽ അവർക്കൊരു they got a little used to എങ്ങനെയാണ് രീതി എന്നുള്ളത്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ഓൾസോ ഐ കെപ്റ്റ് ദാറ്റ് ഇൻ മൈൻഡ്. കാരണം ദേ ആർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് നോൺ ആക്ടേഴ്സ്, സോ ടു സ്പീക്ക്. സോ നമ്മൾ അധികം ഭയങ്കര ലൈറ്റും എക്യുപ്മെന്റും ഒക്കെ കൊണ്ട് just become overwhelmed with എന്ന് പറഞ്ഞാൽ if you like a rabbit caught in the headlights, അങ്ങനെ ഒരു ഇതാവാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. സോ ലോട്ട് ഓഫ് ദ ലൈറ്റ്സ് were kept outside the room, or our court itself was a big set. So most of the time things were outside. അങ്ങനെയൊക്കെ try to make people comfortable. That entire scene was played out. നമ്മൾ ഷോട്ടുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ രാജീവിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ മജിസ്ട്രേറ്റ്, then he would also be there to give the response and make it more natural. അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ട് there's a lot of hard work behind what you think is very natural. So sometimes you used to go for 20-30 takes to get that perfect delivery and expressions. So they used to feel guilty because I am not able to deliver what is expected of me എന്നൊക്കെ പറഞ്ഞിട്ട്. But such a great experience. എനിക്ക് ചോദിക്കാനുള്ള ഒരു ഷോട്ട് സിനിമയിലെ ഒരു പോയിന്റില് ചാക്കോച്ചനോട് മജിസ്ട്രേറ്റ് ഇവിടെയല്ല അപ്പുറത്ത് മാറി നിൽക്കാൻ പറയുന്നു. ഒരു വൈറ്റ് ഫ്രെയിമില് ചാക്കോച്ചൻ പാസ് ചെയ്ത് പോകുന്നു, തിരിച്ചു പോകുന്നു. ആ ഒരു ഷോട്ടിന് പ്ലാനിങ്. ഇപ്പൊ അതിൽ നമുക്കറിയാം ചാക്കോച്ചൻ ഈ കറക്റ്റ് സെന്റർ പോയിന്റിലാണ് ഫോക്കസ് വരുന്നത്, അവിടെ നേരെ പാസ് ഔട്ട് ചെയ്ത് പോകുന്നു, ബാക്കി എല്ലാവരും ഔട്ട് ഓഫ് ഫോക്കസിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ഔട്ട്ഡോർ ഷോട്ടില് ഗാന്ധിയുടെ ഒരു പ്രതിമയുടെ ഓൾമോസ്റ്റ് സെയിം സ്റ്റൈൽ ഓഫ് ഒരു ഷോട്ട് ഉണ്ട്. ഇതേ ഗാന്ധിയുടെ ഒരു ഇത്രയും ഭാഗം മാത്രം ഫ്രെയിം വരുന്ന തരത്തിലുള്ളത് ഈ ഷോട്ടുകൾ, അതിന്റെ ഒരു അന്നത്തെ എക്സിക്യൂഷൻ അത് ഭയങ്കര ഈസി. എസ്പെഷ്യലി ഗാന്ധിജിയുടെ ഷോട്ട് എന്ന് പറയുമ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ഇറ്റ് ഓൾസോ ലുക്സ് ലൈക്ക് ദ കോമൺ മാൻ, നമ്മുടെ ലക്ഷ്മണന്റെ with that mustache and all. So
സംടൈംസ് എന്ന് പറഞ്ഞാൽ ദോസ് സോർട്ട് ഓഫ് കോയിൻസിഡൻസസ് ആർ യു സീ ഇറ്റ് വെൻ യു ആർ ഷൂട്ടിംഗ് യുനോ. സോ അപ്പോൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അതൊക്കെ. പിന്നെ രാജീവൻ ക്രോസിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദാറ്റ് ഫ്രണ്ട് ഓഫ് ദ കോട്ട് ഫ്രം ദ ബാക്ക് അല്ലെ, കോട്ട് മൊത്തം ഇറങ്ങി കാണാം. നടന്നിരുന്നു. അതിനെപ്പറ്റി ഐ ഡോണ്ട് നോ വാട്ട് ടു സേ. ജസ്റ്റ് ഐ തിങ്ക് ആ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ദ എമൗണ്ട് ഓഫ് ആ നമുക്ക് ബാത്റൂമിൽ പോകാൻ തന്നെ ഒരു അത്രയും ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇറ്റ്സ് ഓൾ അലഗറിക്കൽ ഐ തിങ്ക്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരൻ്റെ കഷ്ടപ്പാടും ഇതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ഐ ഗെസ് ദാറ്റ് ട്രാൻസ്ലേറ്റ്സ് ഇൻ ദാറ്റ് ഫ്രെയിം. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഒരു സൂം ഇൻ സൂം ഔട്ട് പോലെ നമ്മൾ ചില എലമെന്റ്സ് മാറ്റി വെച്ചാൽ തന്നെ ഒരുപാട് സ്റ്റാറ്റിക് ഫ്രെയിമുകളുണ്ട്. ഈ സ്റ്റാറ്റിക് ഫ്രെയിമിന്റെ ഉള്ളിൽ ഇവരുടെ ഒരു ആക്ട് അവിടെ വർക്ക് ആവുന്നുണ്ട്. ഈ ലൈക്ക് ഒരു സ്റ്റേജ് പെർഫോമൻസ് പോലെ ഇവർ അവിടെ നിന്ന് ഇവരുടെ ടൈമിൽ പെർഫോം ചെയ്യുന്നു. നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് സ്റ്റാറ്റിക് ഫ്രെയിം ആയിരിക്കും, അവിടെ ഇവർ സംസാരിക്കുന്നു, ഇവരുടെ ആക്ട് എല്ലാം പ്ലേ ആവുന്നു. ഇതിലെന്താണ് രാകേഷിനുള്ള ഒരു എക്സൈറ്റ്മെന്റ്? ലൈക്ക് ഇപ്പൊ ഒരുപാട് പേര് ഹാൻഡ് ഹെൽഡ് മൂവ്മെന്റ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ടൈമാണ്, അവിടെ വീണ്ടും ഒരു സ്റ്റാറ്റിക് ഫ്രെയിം വെക്കുന്നത്, ആക്ടേഴ്സിനെ ഭയങ്കര ഫ്രീ ആക്കി വിടുന്നു. അതിലുള്ള എക്സൈറ്റ്മെന്റ് എന്താണ്? കോട്ടിനകത്ത് if you look, static frames are there, lot of dolly shots, handheld is also there. It's all sort of mixed up. ഈ പല സമയങ്ങളിൽ നമുക്ക് ഹാൻഡിൽഡ് നമുക്ക് അറിയാം മൂവ്മെന്റ്, പക്ഷെ ഇത് അത്രയും ശ്രദ്ധിക്കില്ല. അതെ അതെ, this is something that I learned back in the day. ഞാനൊരു ഫ്രഞ്ച് ഫിലിം ചെയ്തിരുന്നു, മിഷേൽ സ്പിനോസ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ട്. സോ that was back in 2012-13. So at that time my attitude was എന്ന് പറഞ്ഞാൽ നമ്മൾ I didn't know at that time that you could seamlessly mix up all of these things together. എന്ന് പറഞ്ഞാൽ അത്രയും അത് പുറത്തേക്ക് തെറിച്ച് നിൽക്കില്ല. So you can do handheld, you can do dolly shots, you can do sometimes you can even put zoom ins with which people don't really notice. So yeah, appo angane oru when you know that you can do all this and get away with it, so then I wanted to use all of that to you know, for the storytelling, to push the story. ഇതിന്റെ ഒരു കൃത്യം മീറ്ററും കൂടെ കിട്ടണല്ലോ, ഇതെല്ലാം ബ്ലെൻഡ് ആവുന്ന ഒരു പോയിന്റ്. അതൊരുപാട് സമയം എടുത്തിരുന്നു. ഇത് ഈ ഷോട്ട് ഇവിടെ വെച്ചാൽ ബ്ലെൻഡ് ആവും, കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു? Not really. Ratish was so clear that you know, നമ്മൾ നേരത്തെ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഒരു സീൻ എടുത്ത് അതിനെ ഷോർട്ട് ഡിവിഷൻ അങ്ങനെയൊന്നും ചെയ്തില്ല. വി യൂസ് ടു അപ്രോച്ച് ദ സീൻ വെരി organically, see how the actors are playing it out, and then decide that you know, this scene needs 5 shots from these angles. അത് മാത്രമേ ഷൂട്ട് ചെയ്യുള്ളൂ, ഓവർ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതേ ഇല്ല. സോ and of course the clarity of vision was so helpful to have Ratish in there. Some scenes just needed you know, for example that song le രാജീവനും ദേവിയും ആ കട്ടിലിൽ ഇരുന്നിട്ട് you know, with the candle and also അവിടെയൊന്നും there is no need to do അതിനെ underscore ചെയ്യേണ്ട ആവശ്യമില്ല. Statics are so I think static frames are probably underrated. ആ ഫ്രെയിമിൽ if the frame not the frame, if the people, the actors are compelling enough, it's better to just leave them be, because that is what you're trying to say. You're not trying to overwhelm the viewer with other things. അതിന്റെ ആവശ്യമില്ല. Which also contributes to this philosophy that cinematography should not stand out. If you look at Nna Thaan Kesoduinte reviews and all, very few people talk about cinematography. You know, nobody is talking about cinematography actually. So in a way that's it's invisible. ഇതിനു മുന്നേ നമ്മൾ ഒരുപാട്
കോർട്ട് റൂം ഡ്രാമകളെല്ലാം കണ്ടിട്ടുണ്ട്. എപ്പോഴും എല്ലാവരും പറയുന്നതാണ് ഒരു കോർട്ട് റൂം ഡ്രാമയിൽ നമ്മൾ ഷോട്ടുകൾ പ്ലേസ് ചെയ്യുമ്പോൾ റിപ്പീറ്റഡ് ആവാനുള്ള ചാൻസുകളുണ്ട്. അത് ഭയങ്കര ചലഞ്ചുകളാണ്. അത് ഭയങ്കര ബോറിംഗ് സ്പേസിലേക്ക് പോകാനുള്ള അതെ. എല്ലാ ചാൻസും, ബിക്കോസ് യു ഹാവ് സീൻ സോ മെനി കോർട്ട് റൂം ഡ്രാമാസ്. പക്ഷേ ഇതിൻ്റെ മൂഡും വളരെ വ്യത്യസ്തമാണ്. വേറെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മോർ സീരിയസ്, വെരി ഫോർമൽ, യുനോ അതിൻ്റെ സീൻ കൺസ്ട്രക്ഷൻ, the dialogue delivery, it's all very different. This is also I've never seen courtroom dramas where you have handheld camera and it might of course be there, but I personally have not seen it, and that was something I thought will really contribute to the mood of this film. So adondana we tried to use, and also because there are a lot of scenes in the court. അതെ, ഒരുപാട് മേജർ പോർഷനും. So I wanted to create a sense of involvement with the viewer. അതിന് അത് പക്ഷെ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട് സിനിമയില്. Thank you. കോംപ്ലിമെന്റ് ആയിട്ട് ഇടയ്ക്ക് പറഞ്ഞതാണ്. ഈ സിനിമ നോക്കിയാൽ തന്നെ ഈ പറഞ്ഞ നമ്മൾ ഒരുപാട് ആക്ടേഴ്സിനെ പറ്റി പറയുന്നു. ഇവരെല്ലാം പെർഫോം ചെയ്യുന്നത് ഈ പറഞ്ഞ ഹ്യൂജ് സെറ്റിലാണ്. അതിൽ ശരിക്ക് സിനിമാറ്റോഗ്രഫി ഒപ്പം തന്നെ ആർട്ട്, ഇത് രണ്ടും നല്ല കൃത്യമായ ഒരു ബ്ലെൻഡും കൂടി ഇമ്പോർട്ടന്റ് ആണല്ലോ. അതെങ്ങനെയാണ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നത്? ആ എല്ലാം കൂടെ ഒരുമിച്ച് എത്തുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ. ആർട്ട് വാസ് absolutely fantastic. Jyoti Shankar ആയിരുന്നു heading that department, and he's done such an amazing job, and his team. Cinematography എന്ന് പറയുന്ന is 50% art direction. If you have great art, then half your job is, half the battle is won. You know, so ഒരു പടത്തില് art is equally important and complements cinematography. അതിൻ്റെ colors, placement of windows, the props that you use, you know. So അതൊക്കെ ഈ അതും ആ സെറ്റിൻ്റെ അല്ലെങ്കിൽ ആ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ എൻവയൺമെൻറ്റിൻ്റെ ഭാഗമായി നിന്ന് കഴിഞ്ഞാൽ then you can't say that oh, this doesn't fit there, or that looks odd. For example, that kitchen, ആ സോങ്ങിലും പിന്നെ ഒന്ന് രണ്ട് സീൻസിലും ഒക്കെ ഉണ്ടായിരുന്നു, ഇറ്റ് ലുക്സ് സോ റിയൽ അല്ലേ. സോ therefore the cinematography looks real, and therefore none of these things stand out. So it was really അത് നമുക്കൊന്നും ഇതിൽ അനാവശ്യമായിട്ട് തോന്നുന്നില്ല. അതെ. സോ അതുകൊണ്ട് അങ്ങനെ ഒരു നമ്മുടെ ഫിലോസഫി ആയിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു ആർട്ട്. സോ സച്ച് എ പ്ലെഷർ ടു യുനോ വർക്ക്. അതേപോലെ ആ കിണർ കുഴിക്കുന്ന, കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടി. സോ ശരിക്കും കുഴിച്ച് അത് പുഴയുടെ അടുത്തായിരുന്നു. അപ്പൊ അധികം കുഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു, എന്നാലും അതിൽ ആക്ച്വലി വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ അവിടുന്ന് കഴിഞ്ഞ് വന്നപ്പോൾ അതൊരു പ്രോപ്പർ കിണറായി. ഇപ്പൊ ഈ പറഞ്ഞ വീടിന്റെ അകത്ത് ഭയങ്കര റിജിഡ് സ്പേസ് ആണ്, എന്നാൽ ഈ പറഞ്ഞ ഒരുപാട് വെളിച്ചമില്ല, കുറെ ഡാർക്കാണ് വീടിന്റെ അകത്ത് വരുന്നത്. ഇപ്പോ അപ്പ കിടക്കുന്ന ഏരിയ ആണെങ്കിലും എല്ലായിടത്തും ഈ പറഞ്ഞ നമ്മളൊരു ചെറിയ ഇടനായയുടെ കയറിയ പോലെ അത്ര ഇരുട്ടുണ്ട്, ചെറിയ സ്പേസുകള്. അവിടെയുള്ള ഷോർട്ട് എക്സിക്യൂഷൻ അത് ഭയങ്കര രസമായിരുന്നു. അവിടെ ആക്ച്വലി അത് ദാറ്റ് വാസ് ഓൾസോ സെറ്റ്. യു കാൻറ്റ് സേ ഇറ്റ്സ് എ റിയൽ ഹൗസ്. പക്ഷെ അവിടെ ഇവരാദ്യം ചെന്ന് റെക്കി ചെയ്തപ്പോൾ അവിടെ ഒന്നുമില്ലായിരുന്നു. ഒരു ജസ്റ്റ് ഒരു ബേസ്മെന്റ് അല്ല, ഒരു ഫൗണ്ടേഷനിൽ പ്ലാറ്റ്ഫോം മാത്രമേ ഉണ്ടായിരുന്നു. അതെല്ലാം റീബിൽഡ് ചെയ്ത് ഓടൊക്കെ ഇട്ട് ചെയ്തത് Jyotish, Rakesh, all of them together designed it and put it up. Appo avade when they were, and Rakesh is a production designer, so avade ee shelfുകളും വിൻഡോസും ഇതൊക്കെ വെക്കുമ്പോൾ they made it in such a way that it can be removed. സോ ഫോർ എക്സാമ്പിൾ അപ്പയുടെ നമ്മൾ ഗംഗാധരൻ വക്കീലിന്റെ ഒരു ഷോട്ടിൽ കാണാൻ പറ്റും, അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ഷെൽഫ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് യു ക്യാൻ ആക്ച്വലി ടേക്ക് ദാറ്റ് ഔട്ട്, യുനോ. അപ്പൊ അങ്ങനെ എല്ലാ റൂമുകളിലും ചെറിയ ചെറിയ സ്പേസസ്
ചെറിയ വീടാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ വിൻഡോസ് നമുക്ക് മാറ്റാം, അങ്ങനെയുള്ള സൗകര്യങ്ങളുള്ള കാരണം യു ഡോണ്ട് ഫീൽ വി വർ ഏബിൾ ടു പുട്ട് ഇൻ ഫോർ എക്സാമ്പിൾ ട്രാക്ക്, ആ ക്യാമറ, അതിനൊക്കെ ആ സ്പേസുകൾ ഉപകരിച്ചു. കംഫർട്ടബിൾ ആയിട്ട് ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ. അതെ അതെ, കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ മോർ ദാൻ കംഫർട്ടബിൾ, ഇറ്റ് വാസ് ആക്സസിബിൾ. May not be comfortable, you don't need, you're not looking for comfort, you're looking for accessibility to spaces. അത് കാരണം നമ്മൾ when you're making a like a set or a house or whatever, ഒരു റിയൽ ലൊക്കേഷൻ ആണ് എന്ന് നമ്മൾ വ്യൂവറിനെ ധരിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളില്ലേ, ദാറ്റ് need not be big ഇൻ ടേംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ക്യാമറ വെക്കണം അതുകൊണ്ട് ഇത് വലിയ ഒരു സ്ഥലമാക്കണം എന്നുള്ള അതൊരു തെറ്റിദ്ധാരണയാണ്. അവിടെ ഉള്ള പ്രോപ്സിനെ വെച്ച് അവിടെ ഇഫ് യു ബിൽഡ് സ്റ്റഫ് ദാറ്റ് ഇൻ ടു ദ വാൾസ് ഓർ വാൾസ് ദാറ്റ് കെൻ മൂവ് ഹിയർ ആൻഡ് ദെയർ എ ലിറ്റിൽ ബിറ്റ്, ദെൻ ദാറ്റ് ഈസ് മച്ച് ബെറ്റർ ബിക്കോസ് മോർ കൺവിൻസിങ് നമ്മൾ കാണുമ്പോൾ അല്ലേ. പിന്നെ വീടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓടിട്ട വീടായിരുന്നു, അതുകൊണ്ട് മോളില് മറ്റേ കാറ്റ് വാക്കോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല, ബട്ട് സ്റ്റിൽ യു ഹാഡ് ദോസ് വുഡൻ ബീംസ് ഓൺ ടു വിച്ച് യു കുഡ് ക്ലാമ്പ് ലൈറ്റ്സ് ആൻഡ് പല സ്ഥലങ്ങളിലും ഹോൾഡേഴ്സ് were there for bulbs or whatever. ആ റൂമൊക്കെ നൈറ്റ് വാസ് ജസ്റ്റ് ഷോട്ട് വിത്ത് ടങ്സ്റ്റൺ ബൾബ് 40 വാട്ടിന്റെ. That was the only light that I've used. അത് മാത്രമേ ഉള്ളൂ. And the shadows are really hard. ജസ്റ്റ് ഒരു സെപ്പറേഷൻ, ഹെയർ സെപ്പറേഷന് വേണ്ടി ചെറിയൊരു ലൈറ്റ് ഉപയോഗിച്ചു, അതല്ലാതെ വേറെ ഒന്നും ആ സീനിൽ ഉപയോഗിച്ചു. സോ ഓൾ ദീസ് തിങ്സ് were new to me. ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സാനു വർഗീസിനോട് സംസാരിച്ചിരുന്നു, because he is shot in Kerala before, and this was my first time, so I didn't know what to expect. So Sanu ennodu പറഞ്ഞു, you have to really reinvent your craft, ennale you have to approach it very creatively, ennale otherwise you will really get frustrated because you don't get access to equipment that you might otherwise have had in Bombay or other places. So when I looked at it like that, it was liberating. You know, a lot of bulbs, കോട്ടിൽ നോക്കിയാൽ we used a lot of LED tubes. പിന്നെ ഞാൻ മുണ്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഡിഫ്യൂഷന്, അങ്ങനെ വെള്ളമുണ്ട്. ഞാനും മൈ ഫസ്റ്റ് AC ദേവു നാരായണൻ, ഞങ്ങൾ ഷൂട്ടിന് മുമ്പേ 2 ദിവസം മുമ്പേ ഒരു ചെറിയ ഷോപ്പിംഗ് നടത്തി, കുറേ മുണ്ടും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇറ്റ് വാസ് അങ്ങനെയാണ് അതിൻ്റെ ഒരു അപ്രോച്ച് ടു ദ ലൈറ്റിംഗ് പാർട്ട് ഓഫ് ഇറ്റ്. ഈ സിനിമയുടെ നറേറ്റീവിൽ വന്നു കഴിഞ്ഞാൽ കള്ളന്റെ ലെയറിൽ പുസ്തകങ്ങൾ മോഷ്ടിക്കുന്ന കള്ളൻ, നിയമപുസ്തകങ്ങൾ പറയുന്നുണ്ട്, ഇയാൾ സ്ഥിരം പുസ്തകങ്ങൾ മോഷ്ടിക്കുന്ന കള്ളാന്ന് പറയുന്നുണ്ട്. നമ്മളതിൽ ചിന്തിക്കുമ്പോൾ ഇതിനൊരു ബാക്സ്റ്റോറിയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇയാൾ പുസ്തകങ്ങൾ മോഷ്ടിക്കുന്നു, ഇയാളിരുന്ന് വായിക്കുന്നു, അത് മനസ്സിലാക്കുന്നു, അത്ര കുഞ്ഞു അത് എഴുതുന്നു, ഇത്തരം പ്ലേസ്മെന്റ്സ് ഉണ്ടായിരുന്നല്ലോ. എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരം നറേറ്റീവുകൾ ഉണ്ടല്ലോ, ഇപ്പൊ ഇവര് പറഞ്ഞപ്പോൾ ഡയലോഗിലൊക്കെ ആയിരിക്കും ഇത് സ്ക്രീനിൽ വരുന്നത്. അത്തരം സംഭവങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സിനിമാറ്റോഗ്രാഫർ സ്റ്റൈലിൽ നിന്ന് ഈ നറേറ്റീവിനെ ഞാൻ എങ്ങനെ ബൂസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഈ നറേറ്റീവിനെ ഞാൻ കുറച്ചും കൂടെ ഇപ്പോൾ കഴിഞ്ഞ ഒരു പോർഷൻ പോലെയല്ല, കുറച്ചും കൂടെ ഇതിന് ബിൽഡ് ചെയ്ത് കൊടുക്കാം വിഷ്വലി, അത്തരം ചിന്തകളുണ്ടോ? അതോ ഈ സിനിമയുടെ ഒരു ഹോൾ ഡിസൈനിൽ തന്നെ സിനിമയെ പിടിക്കാം, അല്ലെങ്കിൽ അതിന് പുറത്തേക്ക് കടക്കണ്ട, നേരത്തെ പറഞ്ഞ പോലെ സിനിമയായിട്ട് ഇത് ഇരുന്നാൽ മതി, അങ്ങനെയാണോ? അതൊന്നും കൂടെ, അതായത് ഇപ്പോൾ ചില സീക്വൻസുകൾ വരുമ്പോൾ നമ്മളിതിനെ സ്പെഷ്യൽ എന്തെങ്കിലും, ഇപ്പൊ കള്ളൻ്റെ ഒരു നറേറ്റീവ് പറഞ്ഞല്ലോ, ഇയാള് സ്ഥിരം പുസ്തകം മോഷ്ടിക്കുന്ന ഗംഗാധരൻ വക്കീലിന്റെ അച്ഛന്റെ വീട്ടിൽ വേണ്ട ചില മൊമെന്റ്സ് കൊണ്ട് ഹുക്ഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അത്തരം സിറ്റുവേഷനുകളിൽ എക്സ്ട്രാ എന്തെങ്കിലും എഫേർട്ട് ഇടുന്നുണ്ടോ സിനിമാറ്റോഗ്രഫിയിൽ? ആ സീനിന് വേണ്ട കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ ടിൽ ഡൗൺ ടു ദാറ്റ്, ബട്ട് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദ സ്ക്രിപ്റ്റ്. അത് കണ്ടാലേ അതിനൊരു, പിന്നെ കൃഷ്ണൻ വക്കീൽ കോടതി പറയുന്നത് ഇയാൾക്കൊരു ഇതുണ്ട്, എവിടെ കയറിയാലും പുസ്തകങ്ങൾ മോഷ്ടിക്കുന്ന ആളാണ്, അതുകൊണ്ടാണ് സൂട്ട് കേസിന് കവിതാ സമാരമൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. സോ ഐ തിങ്ക് ദാറ്റ് അപ്പ പറയുന്നുണ്ട്, ഒന്നും പോയിട്ടില്ല, എല്ലാം ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ടിൽ ഡൗൺ ടു പരിഹാരം. അതെ അതെ.
സോ അതൊരു ഇറ്റ്സ് ജസ്റ്റ് എ ഹ്യൂമറസ് കണക്ഷൻ. സോ അപ്പൊ അങ്ങനെ ഒരു മോഷ്ടിക്കുന്ന സാധനം ഇസ് യൂസ്ഡ് ഉപയോഗിക്കുന്നുണ്ട് പ്രാക്ടിക്കലി. പിന്നെ അത് റീകണക്ട് ചെയ്യുന്നുണ്ട് കോട്ടില്. സോ I guess it underlines the humor. Yeah, that's about it. ഈ സിനിമയിലെ 2 പ്രധാനപ്പെട്ട സീക്വൻസുകളിൽ ഒന്ന് ദേവദൂതർ പാടി എന്നുള്ള പാട്ട്, കുറച്ചും കൂടെ കഴിഞ്ഞ് വരുന്ന ഒരു സിനിമാറ്റിക് ഡാൻസിന്റെ ഭാഗം, ഇവരുടെ ഒരു പ്രധാനപ്പെട്ട സീക്വൻസിൽ വരുന്നത്. ഇവിടെ എല്ലാം ഈ പറഞ്ഞ ഇല്ലുമിനേഷൻ ലൈറ്റുകള്, അത്തരം ലൈറ്റ്സ് ഭയങ്കര പ്രധാനപ്പെട്ടതായി വരുന്നുണ്ടല്ലോ. നമ്മൾ കാണുമ്പോൾ നമ്മൾ യൂഷ്വലി ഒരു ഉത്സവ പറമ്പില്, പെരുന്നാള്, ഇവിടെ എല്ലാം മുമ്പ് ഇത്ര ലൈറ്റുകളും ആഘോഷങ്ങളൊക്കെ കാണുന്നതാണ്. ഭയങ്കര ഒറിജിനൽ ആയിട്ടാണ് ഇവർ നമ്മളെല്ലാം കാണുന്നത്. സ്ക്രീനിൽ വരുമ്പോഴും ഇതേ ഒറിജിനൽ സ്വഭാവം ഈ വിഷ്വലിന് വേണമല്ലോ. അത് ദാറ്റ് ഈസ് അഗൈൻ ആർട്ട് ഡയറക്ഷൻ. ദാറ്റ് എൻറ്റയർ പ്ലേസ് വാസ് ലിറ്റ് അപ്പ് വിത്ത് ട്യൂബ് ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഉത്സവ പറമ്പിൽ പോകുമ്പോൾ നമ്മൾ വേറെ പ്രത്യേകിച്ച് ലൈറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. Unless you are shooting some I don't know what, maybe some glamorous situation, or if the story demands it, then of course. പക്ഷെ ഇവിടെ there was one ഒരു big light on അവിടെ. thankfully there was a one huge water tank, ഒരു 10-50 അടി ഉയരമുള്ളൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ഈ ഡാൻസ് നടന്ന ആ സ്റ്റേജ് വെച്ചിരുന്ന അതിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിൽ റിലീസ്. സോ ഐ പുട്ട് വൺ ലൈറ്റ് ഓൺ ടോപ്പ് ഓഫ് ദാറ്റ്. അതിനെ കൂടെ അത്രയും ആവശ്യം ഉണ്ടായിരുന്നില്ല. ബട്ട് ഇൻ സം പ്ലേസസ് ജസ്റ്റ് ഒരു ഹെയർ ലൈറ്റ് മാതിരി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം ഇറ്റ്സ് ഓൾ നാച്ചുറൽ. വാട്ട് യു സീ ഇൻ ദ ഫ്രെയിം, ഈവൻ ദേവദൂതറിന്റെ ഇതിൽ കൂടെ വാട്ട് യു ദ ലൈറ്റിംഗ് വാസ് ഇൻകോപ്പറേറ്റഡ് ഇൻ ടു ദി ആർട്ട്. മറ്റേ കുറെ ലാംപ്സ് വെച്ചിരുന്നു ആ അമ്പലത്തിനകത്ത്. പിന്നെ ഈ രാജേഷ് മാധവനെല്ലാം നിൽക്കുന്ന ഷോട്ടില് ആ ചെറിയ കടയിലുള്ള ലൈറ്റുകൾ ഉണ്ടായിരുന്നു. പിന്നെ കുറെ ട്യൂബ് ലൈറ്റ്സ് ഉണ്ടായിരുന്നു ചുറ്റും. ഇലുമിനേഷൻ ലൈറ്റ്. അതെ അതെ. പിന്നെ ആ മരത്തിൽ ഫുൾ ലൈറ്റ് ഉണ്ടായിരുന്നു. സോ there was a lot of light. So you didn't need to separately bring in. ഞാൻ കുറെ ലൈറ്റ്സ് ഓഫ് ചെയ്തു ആക്ച്വലി അവിടുത്തെ, because it was lit up so much, പിന്നെ ചെറിയ സ്മോൾ ലൈറ്റ്സ്. ഐ എം റിയലി എക്സൈറ്റഡ് ബൈ നൈറ്റ് എക്സ്റ്റീരിയേഴ്സ്. കാരണം നൈറ്റ് എക്സ്റ്റീരിയർ ഇസ് സംതിങ് ഐ തിങ്ക് ദാറ്റ് യു ക്യാൻ റീഇൻവെന്റ് ഈച്ച് ടൈം. നേരത്തെ നമ്മൾ ഷെയറിനെ പറ്റി പറയുമ്പോഴും ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിരുന്നു രാത്രിയിലെ കാടുകൾ. ദാറ്റ് വാസ് സോ ഫൺ. ഇവിടെയാണെങ്കിൽ ഓൾ ഓഫ് ദീസ് ഈ ഫെസ്റ്റിവൽ ആംബിയൻസ് ദാറ്റ് വാസ് ഗുഡ് ഇനഫ് ടു നമ്മൾ അതിന്റെ മുകളിൽ കയറി then you are introducing. See, the thing is, when you put a light, you are also putting a shadow. So പിന്നെ അത് കട്ട് ചെയ്യണം. പിന്നെ അതെ, then you start to limit your actors, which is something I really dislike doing. So when everything is in the frame, then നമ്മുടെ ലൈറ്റുകളെല്ലാം ഫ്രെയിമിലാണെങ്കിൽ then അപ്പോൾ പിന്നെ കട്ടിങ്ങും അതിൻ്റെ ഒന്നും ആവശ്യമില്ല when you are moving around 360. So yeah, that was great. അതേപോലെ there were some ഓടുന്ന സീൻ ആ ബ്രിഡ്ജിൽ കൂടെ. അതെ, സ്നോറിക്കാം. Yeah, it was a body cam shot. That was shot at dusk. Okay. ഒരു dusk for night sort of thing, and I really made it dark. Liju was my colorist. He also did an amazing job. So patient. I really like to work on my films in the post and fine tune it, not put ഒരുപാട് കളേഴ്സ് അല്ല. അതെ, മാച്ച് ചെയ്ത് കൺസിസ്റ്റന്റ് ആക്കി to put the image across exactly like how I see it. So Liju was a great collaborator. And final output was so, I mean, I used to do a lot of my background is photography. So Photoshoping I do a lot of work. So I know what is possible on a moving image as well. It's more or less the same if you're familiar with Photoshop. The same or more you can do on DaVinci Resolve. So I exploited all those opportunities. So അതുകൊണ്ട് I think it is
it was believable. Those dark sort of, on top of that, a lot of theaters are, the kind of calibration that you have is അതിനെനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇത്ര എഫേർട്ട് എടുത്ത് ഷൂട്ട് ചെയ്യുന്നുണ്ട്, പോസ്റ്റിൽ ഇത്രയും പണിയെടുക്കുന്നുണ്ട്, നമ്മൾ ആഗ്രഹിച്ച ഒരു ഔട്ടിന് വേണ്ടിയിട്ട്. ഫൈനലി ഈ ഔട്ട് തിയേറ്ററിൽ വരുമ്പോൾ ഇത് പ്രദർശിപ്പിക്കാനുള്ള ഒരു തിയേറ്റർ ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമല്ലേ? അത് ഭയങ്കര പ്രശ്നമാണ്. കാരണം we are actually supporting theater owners, അല്ലേ? Because we want people to come to theaters and watch the film. So that is beneficial for filmmakers, for theater owners, for producers, for the distributors, and for, of course, for the viewer also. കാരണം it's a community experience. You can laugh and you're in a dark hall with so many other people and laughing together. Where is നമുക്ക് ഇപ്പോൾ ഈ സമയത്ത് where is that opportunity? Very rare, അല്ലേ? So it's good for everyone across the board. So theater owners, the least they can do is, at least standardize. ഇപ്പം ഞാൻ അന്ന് ലുലു മോളിൽ പോയി I went to one of the screens. It was terrible. I couldn't, Liju walked out because it was so, the blacks were so crushed, you couldn't see half the stuff, people's faces. So അങ്ങനെ നമ്മൾ, when you worked so hard and when you've made the film 2 times, and then you're projecting it like this, it's really heartbreaking. അതേ സമയം പിന്നെ വേറൊരു സ്ക്രീനിലുണ്ടായിരുന്നു, അവിടെ പോയി നോക്കിയപ്പോൾ ഇറ്റ് വാസ് ഫൈൻ. സോ അപ്പോൾ ഓൺ വൺ സ്ക്രീൻ യു സീ ഇറ്റ് പ്രോപ്പർലി, അവിടെ നിന്ന് ഇറങ്ങി ഒരു 20 അടി കടന്ന് മറ്റേ സ്ക്രീനിൽ കയറുമ്പോൾ ഇറ്റ്സ് ലൈക്ക് നൈറ്റ് ആൻഡ് ഡേ. So that shows how invested they are in. I mean, it shows disinterest basically, and I wonder why that is. And these are not small theaters. These are big multiplex theaters who can, it's easy to, it's not rocket science to get the same image in theaters. Same projector, same digital file. How tough is it to get the same image, അല്ലേ? അതെ. ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ ഈ ആളുകളുടെ റിയാക്ഷനുകൾ സിനിമയില് ഭയങ്കര മൈന്യൂട്ടായിട്ട് പോലും ഒരാളെ പോലും വിടാതെ റിയാക്ഷൻ ക്യാപ്ചർ ചെയ്തിട്ടുള്ളതായി കാണാൻ പറ്റും. ഈവൻ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും. And I think that is also a strong point of Ratish's, to കാരണം ആ റിയാക്ഷൻസിലാണ് നമുക്ക് ആ ഹ്യൂമർ പുറത്തു വരുന്നത്, and also it helps in undercutting the seriousness of the courtroom and the kind of things that are happening there. So അങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നു അത് it becomes easier for people to accept. നമ്മളൊരു കഥ പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറയുമ്പോൾ, why do we say it? We say it so that what we want is communicated to the other person, and they can understand and accept what we are saying. ഇപ്പം നമ്മളൊരു കാര്യം പറയുന്നത് നിങ്ങൾ അങ്ങനെയല്ല, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ that communication is blocked, അല്ലേ? മറ്റുള്ള അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാതിരി നമ്മളൊരു കഥ പറയുകയാണെങ്കിൽ then people can relate to it, and then there's word of mouth, people will tell others, then it becomes a movement, then people come back to theaters. So I'm so happy that films like ഈ Nna Thaan കേസുകൊണ്ടും തല്ലുമാല ഇതൊക്കെ ആൾക്കാരെ തിയേറ്ററിലേക്ക് പിന്നെയും അട്രാക്ട് ചെയ്യുന്ന 2 ഫിലിംസ് ആണ്. സോ ഐ ഹോപ്പ് ദേ ഡു വെൽ ആൻഡ് ഐ ഹോപ്പ് പീപ്പിൾ കം ബാക്ക് ടു തിയേറ്റേഴ്സ്. അപ്പോൾ so coming back to that earlier question, when people are just coming back to theaters, then you have to do your best to keep them in theaters, അല്ലേ? നമ്മൾ തിയേറ്റേഴ്സിൽ കുറേ കാലത്തിന് 2 വർഷത്തിന് ശേഷം ആൾക്കാർ വരുമ്പോൾ then you are being careless about how their viewing experience. It is not going to help anyone. Then I will tell people, don't go to theaters, please watch my work at home on your HD TV or whatever. It's a better image, better everything.
You ഈ ആളുകൾ തിയേറ്ററിൽ പോകുന്നത് ഈ പറഞ്ഞ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടാണല്ലോ. Yeah, so അതവര് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അതെ, അത് നിങ്ങൾ താങ്കളുടെ റെസ്പോൺസിബിലിറ്റി ആണ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഗിവ് ദം their money's worth, their time's worth, അല്ലെ their effort. അതെ, ഇത്രയും to come with your family is not an easy thing. ഒരാൾ ഒറ്റയ്ക്ക് വരുന്ന പോലെയല്ല. ഒരാൾ നമ്മൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഓക്കെ ക്ലാസ് കട്ട് ചെയ്ത് പോകാൻ that's fine, but you are taking your so many people taking their parents, കുട്ടികള്, wife, husband, other family members, put them in a car or hire a car, come to the theater and you're watching this and you're giving them substandard service. That's not ഈ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോ ഭയങ്കരമായിട്ട് സിനിമയെ അത്രയും കീനായി ഒബ്സർവ് ചെയ്ത ആളുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർക്കൊരു പക്ഷേ ചിലപ്പോൾ മോശം തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുമ്പോൾ ഒന്നും കാണാനില്ലായിരുന്നു, സിനിമയില് ഭയങ്കര ഇരുട്ടായിരുന്നു, ഒന്നും മനസ്സിലായില്ല, ഇതെന്ത് ഇങ്ങനെ എടുത്ത് വെച്ചേക്കണേ, ഇത്തരം സംസാരങ്ങൾ അവരുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ടല്ലോ. പക്ഷെ അവർക്ക് ഇതിന്റെ ഈ പ്രൊജക്ഷന്റെ പ്രശ്നമാണ്, സ്ക്രീനിന്റെ പ്രശ്നം ആസ്പെക്ട് റേഷ്യോ. അതെ, I was so surprised. കാരണം കേരളത്തിൽ such a film literate population. അപ്പോൾ ഈ ഫിലിം ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് is on an aspect ratio of 1:185. It is not 239. അതായത് സ്കോപ്പിന്റെ ആസ്പെക്ട് റേഷ്യോ അല്ല, it's 1:85 because we wanted to stay closer to characters, be a little more intimate. Earlier ഞാനും രതീഷും സംസാരിക്കുമ്പോൾ we were thinking we should do it in 1:33. Like almost square. അതൊരു ഭയങ്കര, I mean we were so thrilled with it, but then I think there were some economic limitations to that way of storytelling, unfortunately. So then we decided then the next best thing would be to go, സ്കോപ്പ് എന്ന് പറയുമ്പോൾ 239 എന്ന് പറയുമ്പോൾ അതിന്റെ സ്പേസ് കുറച്ചുകൂടെ വലുതാവുന്നു, അതെ, ആക്ടുകൾ ചെറുതാവുന്നു, അതെ, കോർട്ട് റൂം ഒക്കെ. സോ ഈ കഥയ്ക്ക് അങ്ങനെ ഒരു ഇറ്റ് ഡിഡ്ന്റ് ഡിമാൻഡ് ദാറ്റ് ഒരു തരത്തില് ആസ്പെക്ട് റേഷ്യോ. ഇത്തരം ആസ്പെക്ട് റേഷ്യോകൾ കൊടുത്ത് ഇതിലും ആളുകളെ നമ്മൾ ഒരു പുതിയ വിഷ്വൽ ലാംഗ്വേജിൽ ട്രെയിൻ ചെയ്യിപ്പിക്കാന്നുണ്ടല്ലോ. ബാക്ക് ടു ബാക്ക് നോക്കി കുറെ സ്ഥലങ്ങളിൽ തിയേറ്റേഴ്സ് ആർ സൂമിങ് ഇൻ ബിക്കോസ് ടു ഫിൽ ദ സ്ക്രീൻ. So all that is quite tragic. ആൾക്കാരുടെ തല കട്ടായി പോകുന്നു, അങ്ങനെയൊക്കെ. ഇതിലിപ്പോ ഞാൻ നേരത്തെ ചോദിച്ചത് ഈ റിയാക്ഷൻ ഷോട്ടിൽ പറ്റി പറഞ്ഞല്ലോ. ഇപ്പോ സെപ്പറേറ്റ് എഫേർട്ട് ആണല്ലോ ഓരോ ഷോട്ടും നമ്മൾ എടുക്കുന്നത്. സെയിം സീനിലെ തന്നെ റിയാക്ഷൻസ് ആയിരിക്കും വീണ്ടും വീണ്ടും എടുക്കുന്നത്. അല്ല, പക്ഷെ അത് എങ്ങനെയായിരുന്നു, I'll tell you how we filmed that. So if there is a scene that a lion's share of the ഇപ്പൊ രണ്ടുപേര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണെങ്കിൽ that entire conversation used to be filmed on one person at a time. The other person would still be delivering the dialogues, even though suggestion അല്ലെങ്കിൽ പോലും, സജഷൻ ഒന്നുമില്ല ഇല്ലെങ്കിലും, especially when we are shooting the magistrate. അപ്പോൾ പിന്നെ സജഷൻ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ then they become too far away. So lot of the times we are quite close to the actor. So that our entire conversation filmy ആയിരുന്നു till it was perfect in all ways. Then we used to come to this person and the other actor would still sit there and again deliver all those lines. പുള്ളി ഇവിടെ തന്നെ നിൽക്കും. സോ അങ്ങനെ സമയത്തിന്റെ ഒരു പരിമിതി ഉണ്ടായിരുന്നു, but we were able to pull it off. ഈ കോർട്ടിൽ രണ്ട് ആംഗിൾസ് ഉണ്ടായിരുന്നല്ലോ, മജിസ്ട്രേറ്റ് ആൻഡ് ടുവേർഡ്സ് ദ where the lawyers and all were sitting. So that angle was shot in the day, and കാരണം outdoor it was huge, you can see windows and lights, and this side was shot later. Night ആയാലും we could control it with the lights that we had. ഈ സെയിം സീനിൽ തന്നെ വരുന്ന റിയാക്ഷൻ ഉണ്ടല്ലോ, കൃഷ്ണമക്കിലൊക്കെ ഇരുന്ന് ഉറങ്ങുന്നത്, അത്തരം സംഭവങ്ങളെല്ലാം അപ്പോഴെ തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു, അതോ സെപ്പറേറ്റ് പിന്നത്തേക്ക് മാറ്റി? അത് സെപ്പറേറ്റ് ആയി. that's also part of that ചെറിയ song montage. What did you think of that song? ആയിരം കണ്ണുമായി. പെർഫെക്റ്റ്ലി ബ്ലെൻഡ്. അത് ഭയങ്കര പഴയ പാട്ടുകൾ
വർക്ക്ഔട്ട് ആയിട്ടുണ്ട് അതെ, നല്ല രീതിയിൽ. യൂസ്ഡ് വെരി വെൽ അല്ലെ, ആ സെൻസ് ഓഫ് നൊസ്റ്റാൾജിയ. ഈവൻ ആയുഷ്മാന്റെ ഇതിന് നമ്മളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആൻഡ് ഫൈനലി ഇത് കഴിഞ്ഞ് ഇവര് സംസാരിച്ച് നിൽക്കുമ്പോ കുട്ടികൾ പാടുമല്ലോ I think that really അവിടെയാണ് lifted the ചിരി scene. മൊത്തം പൊട്ടുന്നത്. രാജ്മാന്റെ റിയാക്ഷനിലും പുള്ളിക്കാരുടെ പാട്ടിലും നമ്മൾ ഓൾറെഡി ചിരിച്ചു തുടങ്ങുന്നു. കഴിയുന്നിടത്ത് പിള്ളേര് പാടുമ്പോഴാണ് മൊത്തം തിയേറ്റർ ചിരിക്കുന്നത്. ഭയങ്കര ബാലൻസ്ഡ് ആയിരുന്നു. That sound also really helped. കുട്ടികളുടെ സിംഗിങ്ങിന്റെ. പുള്ളിക്കാരിയാണല്ലോ ഭയങ്കര ചിത്രയോ സുജാതയോ ഒന്നും ഇല്ലല്ലോ, പുള്ളിക്കാരുടെ പാട്ടിന് ഭയങ്കര കോമഡി നമ്മൾ കേൾക്കുന്നത്. കുറച്ച് ഓഫ് കീ ആണ്. അതെ, അങ്ങനെ. ഇതില് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു ഷോട്ടില് മജിസ്ട്രേറ്റ് POV ഒരു ഷോട്ട് ഡിസൈൻ ചെയ്തിരുന്നല്ലോ, മാറി മാറി രണ്ട് സൈഡ് നോക്കുന്നത്. അത് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു പരിപാടികളെല്ലാം മൊത്തത്തിൽ? സോ ദാറ്റ് ഈസ് അത് കഴിഞ്ഞിട്ട് രാജീവന്റെ ഇത് ചോദിക്കുമ്പോ അത് കട്ട് ചെയ്ത് തിരിച്ചു വരുന്നുണ്ട്. ബട്ട് ദാറ്റ് വാസ് എ ഡിഫിക്കൽട്ട് ഷോട്ട് ടു എക്സിക്യൂട്ട്. കാരണം എവ്രിബഡി, ഓൾ ദീസ് നോൺ ആക്ടേഴ്സ് പ്ലസ് ചാക്കോച്ചൻ, എല്ലാവരും ഹാഡ് ടു ബി പെർഫെക്റ്റ്. ആൻഡ് മജിസ്ട്രേറ്റിന്റെ ഡയലോഗ്സ്, ആ റെസ്പോൺസ്, ടൈമിംഗ്. കാരണം മജിസ്ട്രേറ്റ് സിറ്റിംഗ് ബിഹൈൻഡ് ദ ക്യാമറ ആൻഡ് ഹി ഹാസ് ടു, ഇവര് പറയുന്ന ഓരോ കാര്യത്തിനും അദ്ദേഹം കറക്റ്റ് ആയിട്ട് മറുപടി പറഞ്ഞാലേ ഇവിടുത്തെ റെസ്പോൺസും. ചാക്കോച്ചൻ ഉണ്ടായിരുന്നു, പിന്നെ പിന്നിലിരിക്കുന്ന എക്സ്ട്രാസ് മൊത്തം ആൾക്കാർ, പിന്നെ ആ 2 lawyers, ഗംഗാധരൻ വക്കീലും കൃഷ്ണ വക്കീലും, പിന്നെ പോലീസുകാരൻ, പിന്നെ പിന്നിലിരിക്കുന്ന ആളുകൾ, ജൂനിയർ ആക്ടേഴ്സ് പുറത്തുനിന്ന് അകത്തേക്ക് വരുന്നു. അങ്ങനെ കുറെ കാര്യങ്ങൾ. സോ മെനി തിങ്സ് ടു കോർഡിനേറ്റ്. ആ വൺ ഷോട്ട് സോർട്ട് ഓഫ് എക്സ്റ്റെൻഡഡ് ഷോട്ട്, അതൊരുപാട് ടേക്ക് പോയിരുന്നു. അത് കുറേ ടേക്ക് എടുത്തു, കുറേ. പിന്നെ മൈ കോർഡിനേഷൻ വിത്ത് ഓൾ ദീസ് ആക്ടേഴ്സ്, വരുന്നതിന്റെ അവരുടെ ഡയലോഗ് വരുന്ന സമയത്ത് മൈ ക്യാമറ ഹാസ് ടു ബി ഓൺ ദം അങ്ങനെ. സോ ഐ ഓൾസോ മെയ്ഡ് മിസ്റ്റേക്സ്. ഐ തിങ്ക് 2 or 3 times I also screwed up. കാരണം ഞാൻ കറക്റ്റ് ആയിട്ട് focus and all. Focus was amazing. My focus puller was from another world, Suji എന്ന് പറഞ്ഞിട്ട്. One of the best I've ever worked with. So good. So ഈ ഇങ്ങനെ ഇത് കോർഡിനേറ്റ് ചെയ്ത് വന്ന് then slowly started in the beginning ഒക്കെ ഒരു പകുതിയൊക്കെ പോയി കട്ടുപോയത്. പിന്നെ everybody got into the mood. പിന്നെ എല്ലാവർക്കും ഒരു ഇതായി, ബോൾ എത്തുമ്പോ 6 അടിക്കണം എന്നുള്ള ടൈമിംഗ്. സോ എവരിബഡി വർക്ക്ഡ്. ഫൈനലി ഇറ്റ് വാസ് അച്ചീവ്ഡ്. ഇതിലിപ്പോ നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പൊ സിനിമയുടെ പ്രീ റിലീസ് മുതൽ ഇപ്പൊ പോസ്റ്റ് റിലീസിൽ പോലും നമ്മൾ സംസാരിക്കുന്നതിലെല്ലാം ഈ ചാക്കോച്ചന്റെ ഒരു പുതിയ ഡിസൈൻ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ രാകേഷ് ആണെങ്കിലും ഇതിനു മുന്നേ ചാക്കോച്ചന്റെ പല സിനിമകൾ കണ്ടിട്ടുണ്ട്. ഓൾറെഡി പല ടെംപ്ലേറ്റുകളിൽ കുറെ കാലം സർവൈവ് ചെയ്ത് വന്ന ചാക്കോച്ചൻ നമുക്കറിയാം. ഇതിലോട്ട് വരുമ്പോൾ അതിന്റെ ഒന്നും ഒരു ട്രേറ്റ്സ് ഇല്ല. You can't see കുഞ്ചാക്കോ ബോബൻ in this film. You can only see Rajeevan. അതെ, രാജീവനായിട്ട് പുള്ളിയെ കാണുമ്പോൾ എന്താ രാകേഷ് കാണുന്നതാണ് നമ്മൾ കാണുന്നത്. അതിൽ മേ ബി പുള്ളി ഫ്രെയിമിൽ നമുക്ക് ഓൾറെഡി മനസ്സിൽ പല ക്യാരക്ടേഴ്സ് ഒക്കെ വന്നെന്ന് വരാമല്ലോ, ഓൾറെഡി കണ്ടിട്ടുള്ള ഇയാൾ എന്തായിരുന്നു എന്നുള്ളത്. എന്നാൽ ഈ ആക്ഷനും കട്ടിനിടയിൽ പുള്ളി മാറുന്നുണ്ട്, രാജീവനാവുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? A lot of the times രാജീവിനെ ഫിൽം ചെയ്തിട്ടുള്ള is from his eye level, not an inch below or above. Absolutely eye level. അവസാനമൊക്കെ ആവുമ്പോഴാണ് കുറച്ചൊരു we start with a slightly low angle and come closer to him. So a lot of the work has been I'm fortunate that all these there was so much work done by makeup. Our prosthetic, the thing in pallu vechittu to push out his lower jaw, and hairstyle ennekku thechi അങ്ങനെ ഒരു ഇത്. പിന്നെ ആൻഡ് ദെൻ ഓൾസോ ഹിസ് സ്കിൻ ടോൺ വാസ് ചേഞ്ച്ഡ്. കുറച്ചൊരു മേഡ് ഇറ്റ് എ ലിറ്റിൽ മോർ റെഡ് ആൻഡ് ബ്രൗൺ സോർട്ട് ഓഫ് ഹ്യൂ ഓൾ ഓവർ. So lot of those things were taken care of by
മേക്കപ്പ് ആൻഡ് കോസ്റ്റ്യൂം ഓൾസോ. ഷർട്ട്സ് എടുത്തു, ഇറ്റ്സ് ഓൾ വെരി earthy, greens and reds, മൂവിങ് ടു ലിറ്റിൽ ബിറ്റ് ഓഫ് യെല്ലോ, അങ്ങനത്തെ ഒരു ഇതായി. പിന്നെ മൂപ്പര് വർക്ക് ചെയ്യുന്നതും ഒരു ഓട് so that entire thing palette is his entire palette is very close to the earth. ഇയാളുടെ സറൗണ്ടിങ് തന്നെ. Yeah, so credit to all these guys. നമ്മുടെ makeup was Hassan Mandur, costumes was Melvi. Great job. So ഇവരൊക്കെ when all of these guys are doing such amazing things, then you don't really have to do much to, you know, ഫിലിമിങ്ങില് we just have to shoot what is there. I mean, that is what that was my only an art. So I didn't have much to do really. ഈ സിനിമയിൽ നമുക്ക് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മളൊക്കെയാണ് സിനിമ കഴിഞ്ഞ് ചർച്ച ചെയ്യുന്നതിൽ ഒരുപാട് സംസാരിച്ച ഫ്രെയിമാണ് ആ പെട്രോൾ പമ്പിന്റെ ഷോട്ട് വരുന്നത്, ലോങ് ഷോട്ട് വരുന്നത്. നമ്മൾ യൂഷ്വലി കാണുന്ന പെട്രോൾ പമ്പുകളെല്ലാം കുറച്ചും കൂടെ ഭയങ്കര പോപ്പുലേറ്റഡ് ആണ്, റോഡുകളിലൊക്കെ ഒരുപാട് വണ്ടികൾ ഉണ്ടാവാറുണ്ട്. ഇത് ആ ലാൻഡ്സ്കേപ്പിൽ ഭയങ്കര ബ്ലെൻഡ് ആയി കിടക്കുന്ന ഒരു ലൊക്കേഷനും കൂടിയാണല്ലോ. That entire thing was a set. ആ നൈറ്റ് ഷോട്ടിനെ കുറിച്ചല്ലേ പറയുന്നത് ഇൻ ദ ബിഗിനിങ്? അതെ അതെ. അത് ദാറ്റ് ഹിൽ ടോപ്പ്, ഇറ്റ്സ് ലൈക്ക് എ പ്ലാറ്റോ, സ്മോൾ. അപ്പൊ അവിടെ സോ അവിടെ സെറ്റ് വാസ് മെയ്ഡ് ദേർ. ആ കോട്ടിന്റെ സെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചായക്കട ഉണ്ട് അവിടെ, അതേപോലെ ഒരു ബസ് സ്റ്റാൻഡ്, പിന്നെ ഈ പെട്രോൾ ബങ്ക് അതെല്ലാം. സോ റിയലി വർക്ക് ക്ലോസ്ലി വിത്ത് ദി ആർട്ട് ടു സെറ്റ് that thing up, and also to add the sodium vapor lights in the row of lights are there. Pinne petrol pump is lit with tube lights, and adina agathu thanne aa set inde agathu thanne lights were included. So adi nammal vera prathekam extra onnum use ചെയ്തിട്ടില്ല. കോട്ടിന്റെ പിന്നിൽ ഐ ട്രൈ ടു ക്രിയേറ്റ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് ഗ്ലോ സ്കൈന് വേണ്ടിയിട്ട്. അതല്ലാതെ ഐ മീൻ എക്സ്റ്റേണൽ ലൈറ്റ്സ് എന്ന് പറയുന്ന ഒന്നും യൂസ് ചെയ്തിട്ടില്ല. എന്ന് പറയുന്നത് ഓൾ ദ ലൈറ്റ്സ് ദാറ്റ് യു സീ ആർ ദേർ ഇൻ ദ ഫ്രെയിം. സോഡിയം വേപ്പർ ആയാലും ട്യൂബ് ലൈറ്റ്സ് ആയാലും എല്ലാം ഇറ്റ്സ് ഓൾറെഡി ദേർ. സോ ഐ ഡിഡ്ന്റ് വാണ്ട് ടു ദാറ്റ് അപ്രോച്ച്. നൈറ്റ് എക്സ്റ്റീരിയറിന്റെ കാര്യം പറയുമ്പോൾ ഐ എം നോട്ട് റിയലി കീൻ ടു put in lights, ഒരു ബലൂൺ ഒന്നും അവിടെ പ്ലേസ് ചെയ്യുന്നത്. അതൊക്കെ ഐ മീൻ യു ക്യാൻ, ഐ ഹാവ് യൂസ്ഡ് ഇറ്റ്, ബട്ട് വേറെ ഫിലിംസിൽ. ബട്ട് ഇറ്റ് ഹാസ് ടു ലുക്ക് എന്താ പറയുക എന്ന് പറഞ്ഞാൽ, സംടൈംസ് വെൻ ഐ സീ നൈറ്റ് എക്സ്റ്റീരിയേഴ്സ് ആൻഡ് ഐ സീ ബ്രൈറ്റ് ലൈറ്റ്സ്, ദെൻ ഇറ്റ്സ് സോർട്ട് ഓഫ് സ്ലൈറ്റ്ലി നോട്ട് കൺവിൻസിങ് ദാറ്റ് ഇങ്ങനെ കാണുന്ന you know, like backlight, and so I really like to keep it a little more, you have to see the actors' faces and their expressions, but still be true to life and be able to convince people that you know, ഇവിടെ നമ്മൾ വേറെ ഇതൊന്നും കലാപരിപാടികളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. പലപ്പോഴും ഈ രാത്രി ഷോട്ടുകൾ വരുമ്പോൾ ഇതിനൊരു നെക്സ്റ്റ് ലെവലിൽ പ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഒരു നമ്മൾ യൂഷ്വലി കാണുന്നത് പോലെയല്ല എന്ന രീതിയിലൊക്കെ അപ്രോച്ചുകൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും പല സിനിമകളിലായിട്ട്. ഈ പറഞ്ഞ ഭയങ്കരമായിട്ട് ലൈറ്റപ്പ് ചെയ്യുന്നു, ഒരു വൈറ്റ് ഷോട്ട് വെച്ച് പ്രൊട്ടഗണിസ്റ്റ് നടന്നു വരുമ്പോൾ ബാക്ക് ഡ്രോപ്പിൽ ഒരു സോഴ്സ് ലൈറ്റ് കൊടുത്ത് വലിയൊരു വെളിച്ചം ബാക്കില്, സെപ്പറേഷൻ ഒക്കെ ആയിരിക്കാം എങ്കിൽ പോലും അത്ര ഗിമ്മിക്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്ന ഇത് കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ശരിക്കും വ്യൂവിങ് എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നില്ലേ? ചില സിനിമകൾ ഡിമാൻഡ് ചെയ്യുമ്പോൾ if it fits into this, for example, if you look at people like Conrad Hall and all, അവരുടെയൊക്കെ നൈറ്റ് എക്സ്റ്റീരിയേഴ്സ്, ജാങ്കോ അൺചെയിൻഡ്, റോബർട്ട് റിച്ചർഡ്സൺ, അതിൽ ഇവര് രാത്രി ഇങ്ങനെ നടന്നു പോയി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ കുതിരയൊക്കെ ആയിട്ട് അവരുടെ മുകളിലാണ് ഒരു ലൈറ്റ് ഉള്ളത്, അവിടെ മാത്രമേ ലൈറ്റുള്ളൂ, സ്പോട്ട് ലൈറ്റ്. So I mean there are no rules. You can if you're able to
കൺവിൻസ് പീപ്പിൾ ആൻഡ് ഗെറ്റ് അവേ വിത്ത് ഇറ്റ്, ദെൻ ദാറ്റ്സ് ഗ്രേറ്റ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഡൂയിങ്, ഐ ഫീൽ ഇൻ നൈറ്റ് എക്സ്റ്റീരിയേഴ്സ് ഡൂയിങ് ലെസ് ഇസ് മോർ. കാരണം നമ്മൾ ഏത് നൈറ്റ് എടുത്തു നോക്കിയാലും there are so many people who have lit up that entire space. ഞാൻ അത് ചോദിച്ചു വന്ന്. So when you're not doing much, you are still able to make it look good and different, just because you're not doing much. You know, that aesthetic also has its place. For example, നമ്മൾ ഏതാ പടം, അരവിന്ദന്റെ എസ്തപ്പാനൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ, യുനോ, nights are so amazing. അതിലും there are no lights, a lot of day for night which is done so convincingly. അത് നമ്മൾ ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ you will think that it has been shot at night on a full moon night. കാരണം one is shot on film and I don't know what filters Shaji and Karan used, but it looks amazing. പിന്നെ കുമ്മാട്ടിയിൽ പന്തങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ all available light. So I feel that when you're shooting with available light, അല്ലെങ്കിൽ very it's a good thing that you have limited resources sometimes. നമ്മൾ തന്നെ അതിനെങ്ങനെ ബിൽഡ് ചെയ്യും, നമ്മൾ then you are forced to think creatively. ഈ ഒബ്സ്റ്റക്കിളിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യും. ഒരു നൈറ്റ് സീനാണ് and you have no big lights, you don't have access to the kind of lights that Deakins has, or even you know, Ravi K Chandran, for that matter. So these are things that you can these are opportunities actually that you can turn around and say, you know, see what I've done. അതെ, അപ്പോൾ ഇത്രയും വെച്ചിട്ട് you know, those are limitations are opportunities. You can really come up with great stuff. ഈ സിനിമയുടെ ഒരു വിഷ്വൽ സ്റ്റൈലിൽ നോക്കി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കോടതിക്കകത്തുള്ള ഡോളി ഷോട്ടുകള്, സ്റ്റാറ്റിക് ഫ്രെയിമുകള്, ഹാൻഡുകളിലൊക്കെ പറഞ്ഞു. ഇതിൽ വേറൊരു തരത്തിൽ നോക്കി കഴിഞ്ഞാൽ ഇവർ ഓട്ടോറിക്ഷയിൽ പോകുന്ന ഷോട്ടുകളിൽ എൻറ്റയർലി വേറൊരു പ്ലേസ്മെന്റ് ആണല്ലോ. ഇവര് പാട്ട് പാടുന്നതും ഇതൊക്കെ വേറെ പ്ലേസ്മെന്റ് ആണ്. രാജേഷ് മാധവനും and his girlfriend പോകുന്നത്. പിന്നെ ഒപ്പം തന്നെ that was actually shot on an iPhone. ഇവരിങ്ങനെ പോകുന്നു, and it was shot by this his girlfriend. പുള്ളിക്കാരി തന്നെ ഷൂട്ട് ചെയ്തതാണ്. which is what we wanted to show. Convincing. And didn't have to അത്ര ഇമേജ് ക്വാളിറ്റി ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു to, you know, that image was good enough, so went with that. It worked great. Movie you can എന്ന് പറഞ്ഞാൽ it's so convincing because of all this. നമ്മളാ the actors are able to access everything. അപ്പോൾ ഓട്ടോവിനകത്ത് നമ്മൾ ഒരു ക്യാമറയും അതിന്റെ കയറിയിരുന്ന then you are limiting അവരും കൂടെ പെർഫോമൻസിൽ ലിമിറ്റേഷൻ വരുന്നുണ്ടല്ലോ. അതെ, ഒപ്പം തന്നെ മറ്റേ ബൈക്കർ വരുമ്പോൾ ഗോപ്രോ വെച്ചിട്ടുള്ളത്, അത് ഗോപ്രോ തന്നെയായിരുന്നു. അത് ഗോപ്രോ ആയിരുന്നില്ല, that was a handheld shot which I did. ഗോപ്രോ അതിന് ഗോപ്രോ യൂസ് ചെയ്തില്ല, because I think we also wanted to for clarity of because it's submitted as evidence. അതിന് കുറച്ചും കൂടെ ഒരു എല്ലാം കാണുന്ന രീതിയിൽ ഉള്ള ഇത് വേണമെന്നുണ്ടായിരുന്നു. So that is why that was used. പിന്നെ ഈ ചാക്കോച്ചൻ മതിൽ ചാടുന്ന സീക്വൻസില് ഒരു തൂണിന്റെ ഇടയിലൂടെ ഒളിച്ച് നിന്ന് കാണുന്ന തരത്തിലുള്ള ഫ്രെയിമിങ്ങുകൾ ഉണ്ട്. അത് ഭയങ്കരമായിട്ട് അതെങ്ങനെ വേണം നമുക്ക് കാണിക്കാം. ഭയങ്കര ഒരു ക്ലോസി വെക്കാം, അല്ലെങ്കിൽ പുള്ളി മാത്രം ഫോക്കസ് ചെയ്ത് വെക്കാം. ഇത് ഇവിടെ 2 PA നോക്കുന്നുണ്ട്, നേരെ ഈ 2 തൂണുകളുടെ ഇടയിൽ കൂടെ ഒരു ചെറിയ മനുഷ്യനോട് മതിൽ ചാടി വരുന്നത്. അത്തരം ട്രീറ്റ്മെന്റുകള് അതൊരു തരത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രേക്ഷകർ കൂടെ ഇങ്ങനെയും വിഷ്വലില് വരാം, ഒരു ഓറിയന്റേഷൻ. അത് I think the philosophy of the film is rooted in reality. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എവറിത്തിങ് എൽസ് ഹാസ് ടു അതിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലൊരു കോമ്പൗണ്ടിലേക്ക് ഒരാൾ ചാടി വരികയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു മാഗ്നിഫിക്കേഷനിലാണ് അത് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇറ്റ്സ് മോർ കൺവിൻസിങ്. ഇപ്പോൾ നമ്മൾ ഭയങ്കര ക്ലോസപ്പിൽ പോയി
ചാക്കോച്ചിട്ടും നായകളും അതും ഇതൊക്കെ അവിടെ കുറെ കിങ്ങിണിയും പൈങ്കിളിയും കിങ്ങിണിയും പൈങ്കിളിയുടെ ഹാൻഡിലും അതൊക്കെ ചെയ്ത ഐ മീൻ യു കുഡ് ഹാവ് ഡൺ ദാറ്റ് ബട്ട് ഐ തിങ്ക് ദിസ് വാസ് ദ അതെ ഞാൻ call പറഞ്ഞത് that we took at that time. That this is അതുകൊണ്ട് little more convincing. Less is more എന്നുള്ളൊരു ഇതില് അത്ര ഷോട്ടുകൾക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആവുന്നുണ്ടല്ലോ തിയേറ്ററിൽ കാണുമ്പോൾ. അവിടെ ആളുകൾ കണക്ട് ചെയ്യുന്നത് ശരിയാണല്ലോ, നമ്മൾ വീട്ടിൽ നിന്ന് കാണുമ്പോൾ ഇതാണ് അങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ. അതെ അതെ. അപ്പൊ നമ്മുടെ കാഴ്ചപ്പാടിനോട് സിമ്പിൾ ആക്കിയിട്ട് അതെ ഈസിയർ ടു മേ ബി റിലേറ്റ്. യാ സോ അങ്ങനത്തെ ഒരു ഫിലോസഫി വെച്ചിട്ടാണ് അതിൻ്റെ ആ സീനിൻ്റെ ഒരു കവറേജ് ചെയ്തത്. പിന്നെ പോലീസുകാർ വരുന്നു, അവരുടെ ആ ജീപ്പിൻ്റെ വെളിച്ചം, ആൻഡ് ഇറ്റ്സ് ഓൾസോ ഡാർക്ക്, എവറിത്തിങ് ഇസ് നോട്ട് കംപ്ലീറ്റ്ലി ലിറ്റ് അപ്പ്. വീടിൻ്റെ ഒരു മുകളിൽ നിന്നിട്ടുള്ള ഒരു ലൈറ്റ് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അറ്റ് ദാറ്റ് ടൈം. ഈ ഹോസ്പിറ്റൽ സീനും ഭയങ്കര രസമായിരുന്നു. ടോൺ, ഹോസ്പിറ്റൽ സീനിലെ ടോൺ. ഈവൻ ചാക്കോച്ചൻ അവിടെ എടുക്കുന്നുണ്ട്, നമ്മുടെ നേഴ്സ് അവിടെ വരുന്നുണ്ട്, അവരുടെ കോസ്റ്റ്യൂമിൽ ഒരു പിങ്ക് കളറിലുള്ള കോസ്റ്റ്യൂം, ബെഡ്ഷീറ്റ്, ആ ഹോസ്പിറ്റൽ സീനില് അതിന്റെ കളേഴ്സ് ഒക്കെ രണ്ട് ഹോസ്പിറ്റൽ സീൻ. വൺ ഇസ് രാജേഷ് മാധവന്റെ, ദാറ്റ് വാസ് ലിറ്റിൽ മോർ കൂളർ. ആദ്യമായിട്ട് ഒരു അലർച്ചയിലാണ് തുടങ്ങുന്നത്. സോ അത് അതിന് കുറച്ച് ലൈറ്റ്സ് ഉപയോഗിച്ചിരുന്നു, ബട്ട് ഓൾ ഫ്രം ഔട്ട്സൈഡ്, അകത്തൊന്നും ഉണ്ടായിരുന്നില്ല. പുട്ട് ലൈറ്റ്സ് ഔട്ട്സൈഡ്. അത് ജസ്റ്റ് ഒരു റൺ ഡൗൺ ഹോളായിരുന്നു അത് ആക്ച്വലി. ആ ഹോസ്പിറ്റൽ ഒരു പഴയ സ്കൂള് എന്തൊക്കെയായിരുന്നു, അതിനെ റീവർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയത്. സോ കളേഴ്സ്, Nurse's costume is quite interesting in that, with a little orange hue and നമ്മൾ പെട്ടെന്ന് ഇവർ ഈ വേൾഡിൽ തന്നെ ഉള്ളതാണ് മൊത്തത്തിൽ. അവിടെ എവിടെയും നമ്മൾ കാണാത്തൊരു ടക്ക് എന്ന് പറഞ്ഞ കളറാണ് ഫ്രെയിം വരുവാണ്. അതെ 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 അതെ, that is true. Those also part of production design. So I think Rakesh will also be able to shed some light on that. Maybe you should call him also one day. Small minor details എല്ലാം പിടിച്ച് you can ask him and he'll be able to clarify a lot more things. ഇനി നാഥാൻ കേസ് കൊണ്ടിന് ശേഷം രാകേഷ് ഹരിദാസ് പ്ലാനുകൾ, പരിപാടികൾ എങ്ങനെയാണ്? Plan, I think I have to go back to Bombay. അവിടെയും കുറച്ച് there are some scripts that have been given. So അത് എന്നാലും I really want to be, now that I have come to work in the Malayalam film industry, എന്തായാലും എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് ഒരു പടം ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. നല്ല കഥകൾ, need not be huge box office success like this, but that is always good to have. പക്ഷെ എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസ് which may not necessarily do well commercially, അങ്ങനെ ഒരു ഇതില്ല. എന്നാലും the kind of stories that you tell needs to be relevant. It can be any genre. It can it can be comedy, it can be serious, anything, but നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു മെസ്സേജ് ആൻഡ് വേ ഓഫ് മേക്കിംഗ്. റിലീസിന്റെ അന്നും ഈ പറഞ്ഞ പോലെ വിവാദങ്ങളുടെ ഒരു പെരുമഴയായിരുന്നല്ലോ. തിയേറ്ററിക്കുള്ള റോഡിൽ കുഴിയുണ്ട് എങ്കിലും സിനിമയ്ക്ക് വന്നോളേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്തരത്തിലുള്ള സംഭവങ്ങൾ എങ്ങനെ അന്ന് നിങ്ങൾ ഒരു കാലത്ത് എണീക്കുന്നു? മൈ പൊളിറ്റിക്സ് ഇസ് ലെഫ്റ്റ് ഓഫ് സെന്റർ. സോ ബട്ട് ദാറ്റ് ഇപ്പോൾ ഞാൻ പറയുന്നത് ജസ്റ്റ് ബിക്കോസ് യു ക്രിട്ടിസൈസ് a party or a philosophy doesn't automatically make you right wing or because if you are part of a movement, then you have every right, like Rakesh said, you have every right to criticize and make them better. There's a lot of corruption in our government today. So they have to set it right. They you can't just do whatever you want and just get away with it, because there's so many people who are believing in you, and you look at the statistics.
Kerala has some of the worst statistics to show road accidents and drive. These are small things which you can correct so easily. You know, people not wearing helmets. I really like driving. അപ്പം ഞാൻ കേരളത്തിലും പുറത്തും കുറേ ഓടിച്ചിട്ടുണ്ട്. സോ കേരള is one of the states where I have encountered the worst traffic and drivers. So, and also the other thing is, let's say you have a son, okay, and if he or a daughter for that matter, and if they do things that are not right, you have every right to criticize them and tell them that, hey, you know, what you're doing is not right, mend your ways. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ആർ സെയിങ് ഓക്കെ നൗ ഈസ് നോ ലോങ്ങർ മൈ സൺ, ഐ ഡോണ്ട് വാണ്ട് ഹിം, ഐ ഡോണ്ട് വാണ്ട് ഹെർ. അങ്ങനെയല്ലല്ലോ. You want things to become better. That is why criticism is there, and it's always important for any system to take feedback. Whether you are whether you're a cook or an artist or an engineer or a political leader or a filmmaker, it's so important to take feedback from the people you're providing a product or service to. എന്നാലേ only then you can become better, അല്ലേ? ഇപ്പം ഞാൻ ഇപ്പോൾ ആസ് എ സിനിമാറ്റോഗ്രാഫർ, ഇഫ് ഐ സേ ഐ എം നോട്ട് ഗോയിങ് ടു ടേക്ക് ഒപ്പീനിയൻസ് ഫ്രം എനിവൺ എൽസ്, then it's my loss. അതെ, എൻ്റെ ശരികൾ മാത്രമല്ലല്ലോ ശരികൾ. അതെ, you can only become better. And when you are a political party or a leader, then you are here at the service of the people. അതെ, അത്രയും റെസ്പോൺസിബിൾ ആയ പൊസിഷനിലാണ് ഇരിക്കുന്നത്. അതെ, so you absolutely have to take it in the right spirit that it's being given. You know, പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് മുന്നോട്ട് വന്നിരുന്നല്ലോ, സിനിമയുടെ പ്രൊമോഷനാണ്, സിനിമ അങ്ങനെ കാണേണ്ട ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ഐ ഡിസഗ്രി വിത്ത് ഹിം. ഇത് പരസ്യം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇത് പരസ്യമല്ല, ദിസ് ഇസ് റിയാലിറ്റി. റോഡിൽ കുഴികളുണ്ട്, നിങ്ങൾ സിനിമയ്ക്ക് വരണം എന്ന് പറയുന്നത് ആക്ച്വലി ഇസ് നോട്ട് എ പരസ്യം. ദാറ്റ് ഈസ് ദ ട്രൂത്ത്. സിനിമ പറയുന്ന കൈൻഡ് ഓഫ് റോഡ്സ് ദാറ്റ് ഇപ്പോഴത്തെ സ്ഥിതി നമ്മൾ നോക്കിയാൽ, ദി അതർ ഡേ ഞാൻ ഒരാൾ നാട്ടിൽ തന്നെ ഒരു തോർത്തൊക്കെ കൊടുത്തിട്ട് ഒരു കുഴിയിൽ കുളിക്കുന്നു ഒരാൾ. അതൊക്കെ പരിതാപകരമല്ലേ? ആ രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോ കുഴിയിൽ ആ റോട്ടിലെ ചെടി വെള്ളത്തിൽ. അതെ, ഇത് എത്രയോ കാലമായിട്ട്. അതേപോലെ ഈ നമ്മുടെ കോൺട്രാക്ടർ പറയുന്ന കാര്യങ്ങൾ സിനിമയിൽ പറയുന്നു, these are real stories, not taken from, it's not a figment of Ratish's or the imagination. I have talked to so many people who have in interface with the government, same stories to say. Contractors are not there only for roads, there are contractors in many other areas of work. Same stories, you know, and people are tired of reality ആണ് എന്ന് അറിയാമെങ്കിൽ. അതെ, എന്നിട്ട് കുറേ റെസ്പോൺസസ് ഉണ്ടായിരുന്നല്ലോ, വൈ പീപ്പിൾ ആർ സെയിങ് ഇതൊക്കെ നമുക്ക് പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള ഇമ്പോർട്ടൻസ് ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞിട്ട് പറയാതിരിക്കുന്നുണ്ട്. സോ ഐ തിങ്ക് ദാറ്റ് ദ റെസ്പോൺസ് ടു ദിസ് ഫിലിം ഇസ് ഓൾസോ a response to the government. So you need to take it in the right spirit and become better. എന്തായാലും എല്ലാവിധ ആശംസകളും. Thank you so much for calling me and such a lovely interview with your crew. Thank you. Thank you.